പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ആയുധവുമായി തെരുവിൽ ഭീതി ഉയർത്തിയ സിഖ് വംശജനെ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. H1B വിസ ദുരുപയോഗം അന്വേഷിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. വ്യാജ വിസ നിർമ്മാണം വൻ തട്ടിപ്പ് നടത്തിയ പ്രവാസി സംഘം കുവൈത്തിൽ അറസ്റ്റിൽ. താരിഫുകൾ ചുമത്താൻ അടിയന്തര നിയമം ഉപയോഗിക്കാൻ ട്രംപിന് അധികാരമില്ലെന്ന് കോടതി. മെറ്റയും റിലയൻസും കൈകോർക്കുന്നു. ഇന്ത്യക്കായി പുത്തൻ AI സംരംഭം. ആദ്യഘട്ടം 855 കോടി രൂപ നിക്ഷേപം. നോക്കാം വാർത്തകൾ വിശദമായി. ഇന്ത്യൻ വിപണിയിലും ആഗോളതലത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. മെറ്റയുടെ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് മോഡലായ ലാമയെ അടിസ്ഥാനമാക്കിയുള്ള AI സൊല്യൂഷനുകൾ വികസിപ്പിക്കാനാണ് ഈ സംയുക്ത സംരംഭം. മെറ്റയുടെ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് മോഡലായ ലാമയെ അടിസ്ഥാനമാക്കിയുള്ള AI സൊല്യൂഷനുകൾ വികസിപ്പിക്കാനാണ് ഈ സംയുക്ത സംരംഭം. ആദ്യഘട്ടത്തിൽ ഇരു കമ്പനികളും ചേർന്ന് 855 കോടി രൂപ നിക്ഷേപിക്കും. ഇതിൽ 70% റിലയൻസിനും 30% മെറ്റയ്ക്കുമായിരിക്കും. റിലയൻസ് ഇന്റലിജൻസ് എന്ന പുതിയ ഉപകമ്പനി വഴിയാണ് റിലയൻസ് ഈ നീക്കത്തിന് തുടക്കമിട്ടത്. ചിലവ് കുറഞ്ഞതും മികച്ച പ്രകടനവുമുള്ള AI സൊല്യൂഷനുകൾ ഇന്ത്യൻ വിപണിയിലെത്തിക്കുക, എന്റർപ്രൈസ് AI പ്ലാറ്റ്ഫോമുകൾ, മുൻകൂട്ടി തയ്യാറാക്കിയ AI സൊല്യൂഷനുകൾ ലഭ്യമാക്കുക, ഇന്ത്യൻ ഡെവലപ്പർമാർക്കും സംരംഭകർക്കും ഓപ്പൺ സോഴ്സ് AIയുടെ ശക്തി പകർന്നു നൽകുക എന്നിവയാണ് സഹകരണത്തിന്റെ ലക്ഷ്യങ്ങൾ. മെറ്റാ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് ഈ പങ്കാളിത്തത്തിൽ ആവേശം പ്രകടിപ്പിച്ചപ്പോൾ റിലയൻസ് സംഘടന മുകേഷ് അംബാനി ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിക്കായുള്ള സുപ്രധാന നീക്കമാണെന്ന് വിശേഷിപ്പിച്ചു. മെറ്റയ്ക്ക് പുറമെ ഗൂഗിളുമായും റിലയൻസ് ഇൻഡസ്ട്രീസ് സഹകരിക്കാൻ ഒരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് eMalayali. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ ചുമത്താൻ അടിയന്തര നിയമം ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ അധികാര പരിധി മറികടന്നാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു. കീഴ്ക്കോടതി വിധി ശരിവെച്ച അപ്പീൽ കോടതി പക്ഷേ ട്രംപ് ഭരണകൂടത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഒക്ടോബർ 14 വരെ സമയം നൽകി. കീഴ്ക്കോടതി വിധി ശരിവെച്ച അപ്പീൽ കോടതി പക്ഷേ ട്രംപ് ഭരണകൂടത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഒക്ടോബർ 14 വരെ സമയം നൽകി. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിക്കാൻ കോൺഗ്രസിന്റെ അംഗീകാരം വേണമെന്ന് 7-4 തീർപ്പിൽ കോടതി വ്യക്തമാക്കി. അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ ന്യായീകരിക്കാവുന്ന സാഹചര്യം പ്രസിഡന്റിന് ഉണ്ടായിരുന്നില്ല. താരിഫ് ചുമത്തുന്നത് നിർണായക കോൺഗ്രസ് തീരുമാനമാണെന്ന് കോടതി പറഞ്ഞു. അപ്പീൽ പോകുമെന്ന് അറ്റോർണി ജനറൽ പാംബോണ്ടി പറഞ്ഞു. താരിഫുകളെല്ലാം ഇപ്പോഴും നിലവിലുണ്ട്. ട്രംപ് വെള്ളിയാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. ഇവ റദ്ദാക്കപ്പെട്ടാൽ രാജ്യത്തിന് വലിയ ദുരന്തമാകും. താരിഫുകൾ മരവിപ്പിച്ചാൽ രാജ്യത്തിന് ഗുരുതരമായ നയതന്ത്ര നാണക്കേടുണ്ടാവുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനറ്റ് വെള്ളിയാഴ്ച കോടതിയോട് പറഞ്ഞു. പല രാജ്യങ്ങളുമായി വ്യാപാര ചർച്ച നടക്കുന്നു. അവർക്ക് US താരിഫുകളുടെ അടിസ്ഥാന നിയമ പിൻബലം അറിയേണ്ടതുണ്ട്. എന്നാൽ ട്രംപിന്റെ അധികാരങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന കോടതി നിരീക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കേസ് കൊടുത്തവരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. ഇത് അമേരിക്കൻ ഭരണഘടനയുടെ വിജയമാണ്. നികുതി ചുമത്തുന്നത് പോലുള്ള വലിയ വിഷയങ്ങൾ കോൺഗ്രസാണ് ചെയ്യേണ്ടതെന്നും പ്രസിഡന്റിന് വെറുതെ ഒപ്പുവെച്ച് നടപ്പാക്കാൻ കഴിയുന്നതല്ലെന്നും അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ തീരുമാനിച്ചതാണ്. കോടതി 7-4 മഹാഭൂരിപക്ഷത്തിൽ തീരുമാനിച്ചത് തനിക്ക് എന്തും ചെയ്യാൻ അധികാരമുണ്ടെന്ന ട്രംപിന്റെ വാദം ശരിയല്ല എന്നാണ്. എന്നാൽ ട്രംപ് തനിക്ക് അനുവദിച്ച അധികാരം തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കുഷ് ദേശായി പറഞ്ഞു. പ്രസിഡന്റിന്റെ താരിഫുകൾ നിലവിലുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ വിജയം അദ്ദേഹത്തിൻ്റെതാവും. ന്യൂസ് ഡെസ്ക് eMalayali. കൈക്കൂലിയും തട്ടിപ്പും വഴി വ്യാജ വിസകൾ നിർമ്മിച്ചു നൽകിയിരുന്ന ക്രിമിനൽ സംഘം കുവൈത്തിൽ പിടിയിൽ. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിലെ ഒരു ജീവനക്കാരനാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ. ഹവല്ലി ഗവർണറേറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ ആക്ടിംഗ് ഡയറക്ടറായ ഒരു ജീവനക്കാരനാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ. ഇയാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് ഇടനിലക്കാരന് രേഖകൾ കൈമാറി. ഈ രേഖകൾ ഉപയോഗിച്ച് ഇടനിലക്കാരൻ ഈജിപ്ഷ്യൻ പൗരന്മാർക്ക് വ്യാജ വർക്ക് പെർമിറ്റുകൾ നിർമ്മിച്ചു. ഇതിനായി ഓരോ അപേക്ഷയിൽ നിന്നും 130 മുതൽ 250 വരെ കുവൈത്തി ദിനാർ വരെ കൈക്കൂലി വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തി. അന്വേഷണത്തിനൊടുവിൽ ഇടനിലക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ മാൻപവർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനിൽ നിന്നാണ് രേഖകൾ ലഭിച്ചതെന്ന് ഇയാൾ സമ്മതിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്കായി കൈമാറിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali.
H-1B വിസ പ്രോഗ്രാം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കും. അത്തരം സംഭവങ്ങൾ അറിയുന്നവർ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അന്വേഷണം നയിക്കുന്ന ഇന്ത്യൻ വംശജയായ അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ഹർമീത് ധില്ലൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വംശജയായ അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ഹർമീത് ധില്ലൻ അഭ്യർത്ഥിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെടാം. ധില്ലൻ പറയുന്നത് നിരവധി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ചില ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. എല്ലാ വർഷവും H-1B വിസ കിട്ടിയവരിൽ ശരാശരി 70% ഇന്ത്യക്കാരാണ്. ഇമിഗ്രേഷൻ സംവിധാനം ഉടച്ചുവാർക്കുന്നതിന്റെ ഭാഗമായി വിസ നിർത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. 2 അടി നീളമുള്ള വടിവാൾ പോലുള്ള ആയുധവുമായി തെരുവിൽ ഭീതി ഉയർത്തിയ സിഖ് വംശജനെ വെടിവെച്ചു കൊന്നുവെന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് സ്ഥിരീകരിച്ചു. ഗുർപ്രീത് സിംഗ് എന്ന 35-കാരനാണ് മരിച്ചത്. ഗുർപ്രീത് സിംഗ് ഫിഗുറെ സ്ട്രീറ്റിനും ഒളിമ്പിക് ബോളിവാർഡിനും സമീപം തെരുവിൽ ഭീഷണി ഉയർത്തുന്നു എന്ന വിവരം കിട്ടിയപ്പോഴാണ് പോലീസ് എത്തിയത്. ജൂലൈ 13-നായിരുന്നു സംഭവം. സിംഗ് ആയുധം വഴിപോക്കരുടെ നേരെ ഓങ്ങിയെന്ന് 911-ൽ ലഭിച്ച പരാതികളിൽ പറഞ്ഞിരുന്നു. സിഖ് ആയോധന പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ് ഗഡ്ക എന്നും ഖണ്ഡ എന്നും അറിയപ്പെടുന്ന ആയുധം. അതുപയോഗിച്ച് സിംഗ് സ്വന്തം നാവ് മുറിച്ചെന്നും ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആയുധം താഴെയിടാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സിംഗ് വഴങ്ങിയില്ലെന്നും പോലീസ് പറയുന്നു. വെള്ളത്തിന്റെ കുപ്പി പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ ശേഷം അയാൾ കാറിൽ കയറി. പോലീസ് അയാളെ പിന്തുടർന്നു. കാർ ഓടിക്കുമ്പോഴും അയാൾ ആയുധം പുറത്തേക്കിട്ട് ഭീഷണി മുഴക്കി. ഒടുവിൽ ഫിഗോറ സ്ട്രീറ്റിനടുത്ത് വെച്ച് സിംഗിന്റെ കാർ ഒരു പോലീസ് കാറുമായി കൂട്ടിമുട്ടി. ഓഫീസർമാർ സമീപിച്ചപ്പോൾ അയാൾ ആയുധമെടുത്ത് വീശിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. അപ്പോൾ അവർക്ക് വെടിവെക്കേണ്ടി വന്നു. പരിക്കേറ്റ സിംഗിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണമടഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൌണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.